വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോ മിശിഹായിൽ അത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ശാലോം ടെലിവിഷനിലൂടെ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനാഗ്നി ശുശ്രൂഷ ഒരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയായിട്ട് മാറട്ടെ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സാമ്പത്തിക അഭിവൃദ്ധി ഒരു അനുഗ്രഹമായിട്ട് തീരണമെന്നില്ല. സാമ്പത്തിക അഭിവൃദ്ധി ഒരിക്കലും ഒരു അഭിഷേകമായിട്ട് മാറണമെന്നില്ല. ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വചനം ധ്യാനിക്കാൻ പോവുകയാണ്. എപ്പോഴും സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധിയെ ആഗ്രഹത്തോടുകൂടി കാണുകയും ചെയ്യുമ്പോൾ ഈ ഒരു മേഖലയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദുരന്തം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഈ സാമ്പത്തിക അഭിവൃദ്ധിയിൽ ദൈവഹിതത്തെ പൂർണ്ണമായിട്ട് വിവേചിച്ചറിയാൻ നിങ്ങൾക്കിടയാകട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഈ വചന ശുശ്രൂഷയെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ആത്മാവെ, എൻ്റെ ഉള്ളിൽ ദൈവിക ജ്ഞാനം നൽകണമേ. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്വം നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആർക്കറിയാൻ കഴിയുന്നുള്ള ജ്ഞാനം 9-17 വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. യേശുവിൽ പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 4-5 വചനങ്ങൾ നമ്മൾ ധ്യാനിക്കാം. സുഭാഷിതം 23-4-5 വചനങ്ങൾ. സമ്പത്ത് നേടാൻ അമിതാധ്വാനം ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക. സമ്പത്തിന്മേൽ കണ്ണ് വയ്ക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും. കഴുകനെ പോലെ ചിറക് വെച്ച് ആകാശങ്ങളിലേക്ക് പെട്ടെന്ന് അത് പറന്നു പോകും. ഈ ഒരു വചനത്തിലൂടെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഈ വചനങ്ങളിലൂടെ വെളിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മീയത ഉണ്ട്. സമ്പത്തിന് വേണ്ടി നീ ജീവിക്കരുത്. സമ്പത്തിന് വേണ്ടി, സാമ്പത്തിക അഭിവൃദ്ധിയെ മാത്രം മുന്നിൽ കണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തരുത്. സമൃദ്ധി അനുഗ്രഹമാകണമെന്നില്ല. എല്ലാ വിധത്തിലുള്ള സമൃദ്ധി ഒരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമായിട്ട് മാറണമെന്നില്ല. ഈ സമ്പത്തിലും ഒളിഞ്ഞു നിൽക്കുന്ന ഒരു പിശാചിൻ്റെ പ്രവൃത്തികളുണ്ടാകാം. ചിലപ്പോൾ സമ്പത്തിനെ പിശാച് ആയുധമാക്കാമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ജോസഫ് ഈ സ്വപ്നം വെളിപ്പെടുത്തുന്നുണ്ട്. ഫറവോയുടെ സ്വപ്നം വെളിപ്പെടുത്തുന്നുണ്ട്. ആ സ്വപ്നം വെളിപ്പെടുത്തുമ്പോൾ 7 വർഷത്തെ സമൃദ്ധിയുണ്ട്. ആ 7 വർഷത്തെ സമൃദ്ധിക്കപ്പുറമുള്ള ഒരു ദുരന്തം കാത്തിരിപ്പുണ്ട്. ഈ 7 വർഷത്തെ സമൃദ്ധി അവസാനിച്ച് പിന്നെ ആരംഭിക്കുന്നത് 7 വർഷത്തെ ദാരിദ്ര്യമാണ്. അപ്പോൾ പറയുന്നത്, ആ ദാരിദ്ര്യം സമ്പത്തിൻ്റെ ഓർമ്മകൾ പോലും മായ്ക്കും. അപ്പോൾ ഈ ജോസഫ് ജനത്തെ ഒരുക്കുന്നത്, ഈജിപ്തിനെ ഒരുക്കുന്നത് ആ സമൃദ്ധിയുടെ കാലത്ത് ദാരിദ്ര്യത്തിന് വേണ്ടിയാണ്. ആ ദാരിദ്ര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ സാമ്പത്തിക അഭിവൃദ്ധിയുടെ കാലത്തെ ക്രമപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മുഴുവനായിട്ട് ആസ്വദിക്കാനല്ല. അപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം, ഈ 7 വർഷത്തിന് ശേഷം ഒരു ക്ഷാമം വരാനിരിക്കുന്നുണ്ട്. ആ ക്ഷാമം വരാനിരിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം ഈ സാമ്പത്തിക മേഖലയിൽ അതീവ ശ്രദ്ധയോടുകൂടി കാണുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് എല്ലാം സംഭരിച്ചു വെക്കുക, ഒരു ക്ഷാമകാലം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു മനോഭാവം ഒരു ആത്മീയ വീക്ഷണത്തോടു കൂടി കാണുകയാണെങ്കിൽ എല്ലാ സുഖങ്ങൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും ഭൗതിക സമൃദ്ധിക്കും അപ്പുറമായിട്ടുള്ള ഒരുപക്ഷെ ഒരു തകർച്ച കാത്തിരിപ്പുണ്ടായിരിക്കാം, ഒരു ക്ഷാമം കാത്തിരിപ്പുണ്ടായിരിക്കാം.
അതുകൊണ്ട് ഈ സമ്പത്തിൽ മതിമറന്ന് ആഘോഷിക്കാതിരിക്കുക, സമ്പത്തിനെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷമായിട്ട് കാണാതിരിക്കുക. സമ്പത്തിൻ്റെ കാലവും നിന്നെ കടന്നു പോകുന്ന ഒരു മേഖല ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ സാമ്പത്തിക മേഖലയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ പലപ്പോഴും അത് നമ്മളെ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് കടന്നു പോകുന്നതിന് കാരണമായിട്ട് മാറും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. സോളമൻ രാജാവിൻ്റെ ദുരന്തത്തെക്കുറിച്ച് പറയുകയാണ്. സോളമൻ രാജാവ് ജ്ഞാനത്തിലും ദൈവികമായിട്ടുള്ള ഭക്തിയിലും സമ്പത്തിലും എല്ലാം ഉയർന്നു നിന്ന ഒരു രാജാവാണ്. ആ രാജാവിൻ്റെ ഒരു അധപ്പതനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സോളമൻ്റെ അധപ്പതനം 11-ാമത്തെ അധ്യായത്തിൽ. സോളമൻ അധപ്പതിച്ച് പോകാൻ കാരണം നിയമാവർത്തന പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ ഒരു രാജാവ് തൻ്റെ ജീവിതകാലത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ആ ബോധ്യം വചനം തന്നെ വിസ്മരിച്ചതുകൊണ്ടാണ്. നിയമാവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം പറയും, രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത്, അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇടയാക്കുകയും അരുത്, ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോരരുത്. രണ്ടാമത് പറയാണ് 17-ാമത്തെ വചനം 17 രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത്, ഉണ്ടെങ്കിൽ ഹൃദയം വഴിതെറ്റിപ്പോകും. വീണ്ടും അതേ 17 പറയുകയാണ്, രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത്. 3 കാര്യങ്ങൾ പറയുകയാണ് നിയമാവർത്തന പുസ്തകം. തനിക്ക് വേണ്ടി കുതിരകളെ വാങ്ങരുത്, രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത്, തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കരുത്. അങ്ങനെയുള്ള ഈ സോളമൻ രാജാവ് നശിക്കാനായിട്ട് കാരണമായിട്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സോളമൻ രാജാവ് തനിക്ക് വേണ്ടി അനേകം കുതിരകളെ വാങ്ങി, കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അത് രാജാവിൻ്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറി. സോളമൻ രാജാവ് ബൈബിളിൽ പറയുന്നത്, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു, തൻ്റെ 1100 രഥങ്ങൾക്ക് 12,000 കുതിരകൾക്കാർക്കും നഗരത്തിലെ രാജാവിന് സമീപം ജെറുസലേമിൽ താവളം നൽകി. അങ്ങനെ അത്രമാത്രം കുതിരകളെ ശേഖരിച്ചു. വീണ്ടും പറയുകയാണ്, രാജാവ് തനിക്ക് വേണ്ടി ജെറുസലേമിൽ കല്ലുപോലെ വെള്ളി അവൻ സുലഭമാക്കി, ദേവദാരു ഷെഫലായിലെ അത്തിമരം പോലെ സമൃദ്ധമാക്കി. വീണ്ടും 11-ാമത്തെ അധ്യായത്തിൽ സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഈ 3 കാര്യങ്ങളും വെളിപ്പെടുത്തിയതിന് ശേഷം ഈ രാജാവിൻ്റെ തകർച്ചയെക്കുറിച്ച് പറയാണ്. സോളമൻ രാജാവിന് വളരെയധികം സാമ്പത്തികമായിട്ട് അനുകൂലമായൊരു അന്തരീക്ഷത്തിൽ ശത്രു സൈന്യത്തെ ഭയപ്പെടേണ്ടതില്ല, ഇഷ്ടം പോലെ സാമ്പത്തിക പുരോഗതി ഉണ്ടായി, എല്ലാ കാര്യങ്ങളിലും ജ്ഞാനം ഉണ്ടായി. കാലക്രമത്തിൽ ഈ രാജാവിനെ സമ്പത്ത് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ രാജാവിനെ നയിക്കുന്നത് സാമ്പത്തിക പുരോഗതിയായിരുന്നു. രാജാവിനെ സന്തോഷിപ്പിച്ചത് ഈ ഭൗതിക സന്തോഷങ്ങളായിരുന്നു. രാജാവിനെ തനിക്ക് വേണ്ടിയുള്ള ആ സ്വപ്നങ്ങൾ നയിക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവിൻ്റെ ജീവിതത്തിൽ, സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. പിന്നീട് ഈ സോളമൻ്റെ അധപ്പതനത്തിലേക്ക് കാരണമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, പലരുടെയും ആത്മീയ തകർച്ചയ്ക്ക് ഈ സാമ്പത്തിക അഭിവൃദ്ധി കാരണമായിട്ട് വരാറുണ്ട്. സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുമ്പോൾ, സമ്പത്ത് അമിതമായിട്ട് വർദ്ധിക്കുമ്പോഴും, സാമ്പത്തിക സ്രോതസ്സുകളും ഉറവിടങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോഴും മനുഷ്യൻ സുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇന്ന് പലരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളാണ്, വിദേശത്തേക്ക് പോകണം, നല്ല ജോലി വേണം, സാമ്പത്തിക അഭിവൃദ്ധി വേണം, അല്ലെങ്കിൽ ഏറ്റവും നല്ല സാലറി വേണം. ഒരു സ്ഥലത്തെ സാലറി കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്ത, സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ട് ഒരിക്കലും തൃപ്തിയില്ലാത്തൊരു മനോഭാവം മനുഷ്യൻ്റെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നൊരു വചനമാണ് തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ്. സാമ്പത്തിക മേഖലയിൽ കണ്ണുവെച്ച് സമ്പത്തിനെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തൃപ്തിയില്ല. എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ആളുകളുണ്ട്. എത്ര സമ്പാദിച്ചാലും ഒരിക്കലും പോരാ എന്ന മനോഭാവത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. ഈ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ചില ദൈവാനുഗ്രഹങ്ങളെ കാണുന്നത്, ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുന്നത്, അതൊരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കാറുണ്ട്. ഒരു വലിയ ജോലി കിട്ടുന്നത് ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കാറുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കാറുണ്ട്.
പക്ഷേ പലപ്പോഴും ഏറ്റവും ഉയർന്ന ശമ്പളവും ഏറ്റവും ഉയർന്ന ജോലിയും ഏറ്റവും സാമ്പത്തിക ഭദ്രതയും പലരുടെയും തകർച്ചയ്ക്ക് കാരണമായിട്ട് തീരുന്നുണ്ട്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ദൈവവും നീയും തമ്മിലുള്ള ബന്ധം നശിക്കാൻ, അല്ലെങ്കിൽ ആ ബന്ധം തകർന്നു പോകാനായിട്ട് കാരണമായിട്ട് സമ്പത്ത് മാറിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പണം സമ്പത്തായിട്ട് വന്നിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സമ്പത്ത് വന്നിട്ടുണ്ട്. ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് കാലക്രമത്തിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാനായിട്ട് തുടങ്ങും. യൂദാസിൻ്റെ അഭിഷേകം നഷ്ടപ്പെടാനുള്ള കാരണവും അതാണ്. യൂദാസിന് വിളി കിട്ടിയപ്പോഴും വിളിയോടൊപ്പം തന്നെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോയതാണ് സമ്പത്തിനോടുള്ള ആഗ്രഹം. ദൈവവിളിയും സമ്പത്തിനോടുള്ള ആഗ്രഹവും ഒരുമിച്ച് കൊണ്ടുപോയതാണ്. എന്നാൽ മത്തായിയെ സംബന്ധിച്ചിടത്തോളം മത്തായിക്ക് വിളി കിട്ടിയപ്പോൾ സംഭവിച്ച മാറ്റമാണ്. മത്തായി ചുങ്കസ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം അന്നു മുതൽ മത്തായിക്ക് ചുങ്കത്തിലൂടെ, അതായത് ഒരു സാമ്പത്തിക അഭിവൃദ്ധി, പണമല്ല ദൈവമാണ് വലുത്. അതുകൊണ്ട് സമ്പത്ത് ഉപേക്ഷിച്ച് ദൈവവിളിയെ സ്വീകരിച്ചു. സമ്പത്ത് ഉപേക്ഷിച്ച് ദൈവവിളിയെ സ്വീകരിച്ച മത്തായിക്ക് കൃപയുണ്ടായി. എന്നാൽ ഈ സമ്പത്തിനെയും ദൈവത്തെയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ച്, വചനവും പണവും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ച യൂദാസിനെ കീഴടക്കിയത് കർത്താവിൻ്റെ താക്കീതായൊരു വചനമുണ്ട്. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിച്ച യൂദാസിൻ്റെ അതേ അനുഭവം ഇന്ന് പല ദൈവമക്കൾക്കും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് കൊണ്ടുപോവുക, ദൈവത്തെയും ധനത്തെയും ചേർത്ത് വെച്ച് ജീവിക്കുക. കാലക്രമത്തിൽ യൂദാസിൻ്റെ ഈ പണത്തോടുള്ള ദാഹം ദൈവത്തോടുള്ള ദാഹത്തെ കീഴടക്കി. പണത്തോടുള്ള ദാഹം ദൈവത്തോടുള്ള ദാഹത്തെ കീഴടക്കി. പലപ്പോഴും ഇന്ന് ഈ ഒരു കാലഘട്ടങ്ങളിൽ ദൈവമക്കൾക്ക്, പല വിശ്വാസികളുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദുരന്തമാണ് പണത്തോടുള്ള ദാഹം ദൈവത്തോടുള്ള സ്നേഹത്തെ കീഴടക്കും. പണത്തോടുള്ള ദാഹം ദൈവത്തോടുള്ള ആ ബന്ധത്തെ കീഴടക്കും. പണം മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങും. പണത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പൈശാചിക ശക്തിയുണ്ട്. പണത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ലോകസുഖങ്ങളുണ്ട്. പണത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന തിന്മയുടെ സ്വാധീനമുണ്ട്. പലപ്പോഴും അത് മനസ്സിലാക്കാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനെ നയിക്കുന്നത് ഈ പണത്തോടുള്ള ആഗ്രഹമാണ്, ആ പണത്തോടുള്ള ദാഹം. അതുകൊണ്ട് വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. അതായത് ധനികനായ മനുഷ്യൻ ഈ പണത്തോടുള്ള ആ അമിതമായ ആവേശം അവനെ അഹങ്കാരത്തിലേക്ക് നയിക്കുകയാണ്. പണത്തോടുള്ള ആവേശം, പണത്തോടുള്ള ദാഹം മനുഷ്യൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഒന്നാമത്തെ തിന്മയാണ്. പണം കാലക്രമത്തിൽ മനുഷ്യനെ അഹങ്കാരിയാക്കും. അതാണ് ഈ മനുഷ്യൻ എപ്പോഴും പറയുമ്പോഴും, ധനികനായ മനുഷ്യൻ ഞാൻ എന്ന് പല ആവർത്തി പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ വലിയ അറുപ്പറയുണ്ടാക്കും, ഞാൻ എൻ്റെ അനേക ആത്മാക്കൾ, ഞാൻ എന്ന ആ മനോഭാവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ, എൻ്റെ പണം, എൻ്റെ ജോലി, ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ ശേഖരിച്ചു വെച്ചത്, എൻ്റെ കഴിവ് കൊണ്ട് ഞാനാണിതിൻ്റെ എല്ലാം, ഈ ഒരു മനോഭാവം പലപ്പോഴും സാമ്പത്തികമായിട്ട് അമിതമായിട്ട് നേടിക്കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നതാണ്. ഞാനില്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഇത്രയും നേടുകയില്ലായിരുന്നു, ഞാനാണ് ഈ വീടിൻ്റെ മുഴുവൻ വരുമാന സ്രോതസ്സ്, എൻ്റെ പണം കൊണ്ടാണ് മക്കൾ കഴിയുന്നത്, എൻ്റെ പണം കൊണ്ടാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജീവിക്കുന്നത്. ഈ ഒരു മനോഭാവം വരുമ്പോൾ അവനെ കീഴടക്കുന്ന അഹങ്കാരത്തിൻ്റെ അരൂപിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ബൈബിളിൽ പറയുന്നത് അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 16:5 പറയുന്നുണ്ട്, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. അഹങ്കാരം എല്ലാ തകർച്ചകളുടെയും ആരംഭത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് നയിക്കും. അപ്പോൾ ഒന്നാമത്തേത് അഹങ്കാരത്തിലേക്ക് ഈ പണത്തോടുള്ള ആകർഷണം, ആസക്തി മനുഷ്യനെ എത്തിക്കും. രണ്ടാമത് പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം രക്ഷപ്പെടുന്നത് പണം കൊണ്ടല്ല ദൈവത്തെ കൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പണം കൊണ്ട് രക്ഷപ്പെടുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് എത്തിക്കും പണത്തോടുള്ള അമിതമായ ആ ദാഹം.
ഒന്നാമത്തത് അഹങ്കാരം, രണ്ടാമത്തത് പണം കൊണ്ടാണ് രക്ഷ പണത്തിലൂടെയാണ്, രക്ഷയെന്ന് കാണുന്നത് പണമായിട്ട് മനസ്സിലാക്കുക, ആ ഒരു മനോഭാവത്തിലേക്ക് വരും. ഭൗതിക രക്ഷയാണ് യഥാർത്ഥ രക്ഷ എന്ന ഒരു മനോഭാവത്തിലൂടെ ജീവിക്കുമ്പോൾ പള്ളിയിൽ പോകാനായിട്ട് താല്പര്യമില്ല, കുമ്പസാരിക്കാനായിട്ട് ആഗ്രഹമില്ല, ധ്യാനം കൂടാനായിട്ട് താല്പര്യമില്ല, അങ്ങനെ ആ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്നു. ഇന്ന് പലരും ഈ ആത്മീയ മേഖലയെ കാണുന്നത് പോലും ഈ ധനത്തിന് വേണ്ടിയാണ്. ഒരു ധ്യാനം കൂടുന്നത്, അല്ലെങ്കിൽ ഒരു വചനം കേൾക്കുന്നത്, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത് ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. എത്ര പേര് ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഈ ദേവാലയത്തെ ആത്മീയ ശുശ്രൂഷയെ കാണുന്നുണ്ടെന്ന് പരിശോധിക്കുക. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരിക്കലും ഈ പ്രാർത്ഥനാ ജീവിതത്തെ കാണരുത്. അത് വലിയൊരു തകർച്ച തന്നെയാണ്. അപ്പോൾ ഈ ഭൗതിക രക്ഷയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുക. രക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും ഭൗതിക രക്ഷയല്ല. ഈശോ പറയുന്നുണ്ട്, ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കുടുംബം സാമ്പത്തിക ഭദ്രത പ്രാപിച്ചിരിക്കുന്നു എന്നല്ല. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ കർത്താവ് സക്കേവൂസിനെ നോക്കി പറഞ്ഞത്. ആ കുടുംബത്തിന് ലഭിക്കുന്ന രക്ഷയെന്ന് പറയുന്നത് ഈ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ് കിട്ടുന്ന രക്ഷയാണ്. ദൈവത്തെ അനുഭവിച്ചറിയുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് സാക്ഷ്യം വഹിക്കുക, അതൊരു രക്ഷാകരമായ ഒരു അനുഭവമാണ്. ഒരാത്മാവിനെ ദൈവം സ്നേഹിക്കുന്ന ഒരാത്മരക്ഷ എന്നാണ് യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം മനുഷ്യനില്ല എങ്കിൽ പിന്നീട് അതിനെ പ്രതി ദുഃഖിക്കേണ്ടി വരും. മൂന്നാമതായിട്ട് മനുഷ്യജീവിതത്തിൽ ഈ സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ അവൻ്റെ സുഖഭോഗങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. സുഖഭോഗങ്ങളെ ആഗ്രഹത്തോടെ സ്വീകരിക്കാനായിട്ട് തുടങ്ങും. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ രാജാവ് നശിക്കാനുള്ള കാരണം അവൻ മദ്യപിച്ച് സുഖലോലുപനായിട്ട് പെട്ടെന്ന് ജെറുസലേം ദേവാലയത്തിലുള്ള വിശുദ്ധമായ വസ്തുക്കളും വിശുദ്ധമായ പാത്രങ്ങളും കൊണ്ടുവരാനായിട്ട് പറഞ്ഞ് അങ്ങനെ നശിക്കുന്ന ഒരു രാജാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ സുഖഭോഗം വർദ്ധിച്ചു കഴിയുമ്പോൾ പിന്നീട് ഈ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ സുഖഭോഗങ്ങളിലേക്ക് നയിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ ദൈവകൃപ നഷ്ടപ്പെടുന്ന ഒരു മേഖലയുണ്ട്. ഇസ്രായേൽക്കാരുടെ കയ്യിലിരിക്കുന്ന, ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് കടം വാങ്ങി അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് വാങ്ങിയെടുത്ത സ്വർണവുമായിട്ട് പോകുന്ന സമയത്താണ് ഈ മോശ മരുഭൂമിയിൽ സീനായി മലയുടെ മുകളിൽ പോയി 40 രാവും 40 പകലും ദൈവത്തോടൊത്തിരിക്കുമ്പോൾ ജനം ഓടിച്ചെന്ന് ഈ അഹറോനെ സമീപിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ദൈവത്തെ തരുക. അവർ ദൈവത്തെ ഉണ്ടാക്കുന്നത് അവരുടെ കയ്യിലുള്ള സ്വർണം അഹറോനെ ഏൽപ്പിച്ചിട്ടാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ സമ്പത്ത് കൊണ്ട് അവരുടെ കയ്യിലുള്ള വസ്തുക്കൾക്കുണ്ടാക്കിയ ഒരു വിഗ്രഹമുണ്ട്. അവരുടെ കയ്യിലുള്ള വസ്തുക്കൾക്കുണ്ടാക്കിയ വിഗ്രഹം അതുകൊണ്ട് വാർത്തെടുത്ത കാളക്കുട്ടിയുടെ മുമ്പിൽ ലജ്ജാകരമായ നൃത്തത്തിലേക്ക് അവരെ നയിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാലക്രമത്തിൽ ദൈവത്തെ ഉണ്ടാക്കുന്നവരായിട്ട് മാറരുത്. നിൻ്റെ പണം കൊണ്ടല്ല നീ ദൈവത്തെ രൂപപ്പെടുത്തേണ്ടത്. നിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയല്ല നിൻ്റെ ദൈവിക കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നിൻ്റെ സമ്പത്തിനോടുള്ള ആസക്തിയല്ല നിൻ്റെ ആത്മീയ മേഖലയെ ഭരിക്കേണ്ടത്. ചില സമയത്ത് പണം ദൈവമായിട്ട് വരാം, സുഖം ദൈവമായിട്ട് വരാം, സന്തോഷം ദൈവമായിട്ട് വരാം, അല്ലെങ്കിൽ ഭൗതിക സമൃദ്ധിയെ ദൈവമായിട്ട് കാണാം. അതൊരിക്കലും ദൈവികതയല്ല എന്ന് മനസ്സിലാക്കുക. അത് നിൻ്റെ സുഖഭോഗങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പിശാചൊരുക്കുന്ന ഒരു കെണിയായിട്ട് നീ കണക്കാക്കുക. സുഖഭോഗങ്ങളിലേക്ക് ഈ സാമ്പത്തിക അഭിവൃദ്ധി നയിക്കുന്ന ഒരു മേഖലയുണ്ട്. നാലാമതായിട്ട് ദൈവഭയം നഷ്ടപ്പെടും. സുഖഭോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ പണത്തിന് വേണ്ടി ജീവിക്കുന്ന, സമ്പത്ത് അമിതമായി കഴിഞ്ഞാൽ ദൈവഭയം നഷ്ടപ്പെടും. ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭയിലും സമൂഹത്തിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് ഈ ആത്മീയ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഈ ദൈവഭയം നഷ്ടപ്പെട്ട അവസ്ഥ. സഭയെ വെല്ലുവിളിക്കുക, അധികാരികളെ വെല്ലുവിളിക്കുക, വൈദികരെ, സമർപ്പിതരെ എല്ലാത്തിനെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന ഒരു മനോഭാവം. ആ വെല്ലുവിളിയുടെ പിന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പല തിന്മയുടെ മേഖലയുണ്ട്. പലതിനെയും ഈ ഉള്ളിലെ അഹങ്കാരം കയറി എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു മനോഭാവം. ഈ ഭയം നഷ്ടപ്പെട്ട് പിന്നെ അവർ തീരുമാനിക്കുന്നത്, മനുഷ്യർ തീരുമാനിക്കുന്നതാണ് ദൈവഹിതമായിട്ട് കണക്കാക്കുന്നത്. ദൈവഭയം നഷ്ടപ്പെട്ടു പോവുക. ബൈബിളിൽ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്,
റോമാലേഖനം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ട് പോവുകയും ചെയ്തു. ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും മഹത്വപ്പെടുത്തുകയോ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. ദൈവത്തിൻ്റെ ആ മഹത്വം തിരിച്ചറിയുക, ദൈവത്തിൻ്റെ സ്ഥാനം തിരിച്ചറിയാതെ ജീവിക്കുക. ചില സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയൊരു പ്രതിഫലനം തന്നെയാണ്. എല്ലാം ആയിക്കഴിയുമ്പോൾ പിന്നെ പള്ളി വേണ്ട, പിന്നെ പ്രാർത്ഥന വേണ്ട, സന്ധ്യാപ്രാർത്ഥന വേണ്ട. ചില ജീവിതങ്ങളിൽ അങ്ങനെയാണ്. ഒരു കാലത്ത് ഒരു ജോലി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സാകാൻ വേണ്ടി കരഞ്ഞ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് പരിത്യാഗമെടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹഫലമായിട്ട് ജോലി കിട്ടി, സാലറി ഉണ്ടായി, എല്ലാം രക്ഷപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റമാണ് കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ ഒന്ന് വരാനായിട്ട് ഒരു കൊന്ത ചെല്ലാൻ പോലും സമയമില്ല, ഒരു പള്ളി പോകാനായിട്ട് പോലും സമയമില്ല. ഇന്ന് ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒരു വിലപ്പെട്ട കാര്യമായിട്ട് കാണാത്ത ഒരു അന്തരീക്ഷം പലരുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. ഒരു കുർബാനയെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണാത്ത ഒരു മേഖലയുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് നീ നിൻ്റെ ദൈവത്തെ തിരിച്ചറിയാത്തതാണ് എന്ന് ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ദൈവകൃപ നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം പറയാണ്, ഈ സാമ്പത്തിക അഭിവൃദ്ധി കടന്നു വരുമ്പോൾ ഏത് ഹീനമാർഗത്തിലൂടെയും പണം സംഭരിക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കും. ഏത് ഹീനമാർഗത്തിലൂടെയും, ഏത് നശിച്ച വഴിയിലൂടെ, ഇന്നും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഏത് നശിച്ച വഴിയിലൂടെയും പണം സമ്പാദിക്കുവാനായിട്ട് മനുഷ്യനെ പിശാച് പ്രേരിപ്പിക്കുന്നുണ്ട്. സ്വന്തം വിശുദ്ധി നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ പ്രാർത്ഥന നഷ്ടപ്പെടുത്തി, വിശ്വാസം നഷ്ടപ്പെടുത്തി, ഏത് തിന്മയുടെ വഴിയിലൂടെ. എല്ലാ പണവും അനുഗ്രഹിക്കപ്പെട്ട പണങ്ങളൊന്നുമല്ല. യൂദാസിന് കിട്ടിയ പണത്തിൻ്റെ പിന്നിൽ അഭിഷേകമൊന്നുമില്ല, അല്ലെങ്കിൽ ജോസഫിനെ വിറ്റ് കിട്ടിയ പണത്തിന് അഭിഷേകമൊന്നുമില്ല. അഭിഷേകമില്ലാത്ത അനേകം പണങ്ങളുണ്ട്. എല്ലാ പരിശുദ്ധ കുർബാനയും ആത്മീയ ജീവിതവും വേണ്ടെന്ന് വെച്ച് അതിനെയൊക്കെ പുല്ലുവില കൊടുത്ത് നീ സമ്പാദിക്കുന്ന പണത്തിന് അഭിഷേകമൊന്നുമില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി ആരുടെ കൂടത്തിലും പോയി ആരുമായിട്ട് ജീവിതം പങ്കുവയ്ക്കാൻ, ശരീരം പങ്കുവെച്ച് കിട്ടുന്ന പണമുണ്ടല്ലോ, അതൊന്നും അനുഗ്രഹിക്കപ്പെട്ട പണങ്ങളൊന്നുമല്ല. ഏത് ഹീനമാർഗം, മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് കിട്ടുന്ന പണങ്ങളുണ്ടല്ലോ, അനുഗ്രഹിക്കപ്പെട്ട പണങ്ങളൊന്നുമല്ല. അനീതിപരമായിട്ട് അനീതിയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് കിട്ടുന്ന പണമൊന്നും അഭിഷേകമുള്ള പണമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഈ നെറ്റിയിലെ വേർപ്പുകൊണ്ട് നീ അധ്വാനിക്കുക. നീ ദൈവത്തിന് വില കൊടുത്ത് കിട്ടുന്ന അനുഗ്രഹമുണ്ട്. നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് കിട്ടുന്ന അനുഗ്രഹമുണ്ട്. നീ ദൈവത്തിനെ ആശ്രയിച്ച് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ വഴിയുണ്ട്. അധ്വാനിച്ച് കിട്ടുന്ന, ആ ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോടുകൂടി ജീവിച്ച് കിട്ടുന്ന അനുഗ്രഹമുണ്ട്. ജോസഫിൻ്റെ ഈജിപ്തിലെ ആ പണത്തിൻ്റെ പിന്നിൽ ഈ പ്രാർത്ഥനയും ദൈവാനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ജോസഫിൻ്റെ അടുക്കലേക്ക് കർത്താവ് ആളുകളെ അയക്കുകയാണ്. കാരണം ആ സംഭരിച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുടെ അഭിഷേകമുണ്ട്. വീട്ടിലൊരുക്കി വച്ചിരിക്കുന്ന പണത്തിൻ്റെ പിന്നിൽ, വീട്ടിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഭൗതിക സമൃദ്ധിയുടെ പിന്നിൽ ദൈവാനുഗ്രഹം കൂടെ ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. നിൻ്റെ കൈവശമിരിക്കുന്ന പണത്തിൻ്റെ പിന്നിൽ ദൈവകൃപ നഷ്ടപ്പെടുത്തിയ പണമാണെങ്കിൽ കാലക്രമത്തിൽ ആ പണം നിൻ്റെ കണ്ണുനീരിന് മാത്രമേ കാരണമായിട്ട് മാറുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പണം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട പണം അഭിഷേകമായിട്ട് മാറും. അനുഗ്രഹിക്കപ്പെട്ട പണം നിൻ്റെ ജീവിതത്തിന് അഭിവൃദ്ധിയായിട്ട് വരും. ഏറ്റവും അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, പണം നിൻ്റെ ജീവിതത്തിൻ്റെ, നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താനായിട്ട് കാരണമായി തീരരുത്. ആഹാബ് രാജാവ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കള്ളത്തരത്തിലൂടെ സ്വന്തമാക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത് ഏറ്റവും ദയനീയമായ അവസ്ഥാനമാണ്. സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയാണ്. അതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് ഈ ഭോഷനായ ധനികൻ്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തയില്ലാതെ പണത്തിന് വേണ്ടി ചിന്തിച്ച് അവസാനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആത്മീയതയെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ട് കിട്ടുന്ന അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തെ അനുഗ്രഹമായിട്ട് കണക്കാക്കാം. എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹമായിരിക്കണമെന്നില്ല. ദൈവം കൂടെയില്ലാത്ത അഭിവൃദ്ധി അനുഗ്രഹമല്ല എന്ന് തിരിച്ചറിയുക. ചില സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്ന, ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പണത്തിൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടായിരിക്കണമെന്നില്ല.
സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണത്തിൻ്റെ അകത്ത് അനുഗ്രഹം ഉണ്ടായിരിക്കണമെന്നില്ല. നീ വീട്ടിൽ അല്ലെങ്കിൽ നിൻ്റെ ബാങ്കിൽ ഇരിക്കുന്ന ഡിപ്പോസിറ്റിൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടായിരിക്കണമെന്നില്ല. അത് ഉണ്ടാകണമെങ്കിൽ നിനക്ക് നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവത്തിൽ ആശ്രയിച്ച് കിട്ടിയിരിക്കുന്ന അനുഗ്രഹമാണ്. അല്ലാത്തത് ഒരിക്കലും അനുഗ്രഹമായിരിക്കണമെന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ സാമ്പത്തിക മേഖലയെ അങ്ങ് ആശീർവദിക്കണമേ. എൻ്റെ ഭൗതിക മേഖലകളെ ആശീർവദിക്കണമേ. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ദൈവത്തിനെ ആശ്രയിച്ച് ഈ ഭൂമിയിൽ അധ്വാനിക്കാനുള്ളൊരു അഭിഷേകം എനിക്ക് നൽകണമേ. ഈ ഭൂമിയിൽ ദൈവഭയമുള്ളൊരു വ്യക്തിയാക്കി മാറ്റണമേ. ഈ ലോകത്തോടുള്ള ബന്ധം പുലർത്താതെ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവാനായിട്ട് എനിക്ക് അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, എൻ്റെ ആത്മീയവും ഭൗതികമായ മേഖലകളിൽ ഇടപെടണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. എന്നെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.